5 വയസ്സുകാരൻ മുഹമ്മദ് റയാനും ഒരു തത്തയും തമ്മിലുള്ള അപൂർവ സൗഹൃദത്തിന്റെ കഥ കാണാം തിരൂരിൽ നിന്നും. പെരുന്നാളിന് ഉമ്മയുടെ വീട്ടിലേക്ക് വിരുന്നുപോയ റയാനെ തേടി 2 കിലോമീറ്ററോളം സഞ്ചരിച്ചെത്തിയ തത്തയാണ് നാട്ടുകാർക്കും കൗതുകമാകുന്നത്. 1 വർഷം മുൻപ് ലഭിച്ച പച്ചപ്പന തത്തയാണ് ഇപ്പോൾ റയാന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഒരു വർഷം മുമ്പാണ് തിരൂർ പറവണ്ണ സ്വദേശിയായ ഇസ്ഹാക്കിന് പരിക്കുകളോടെ ഒരു തത്തയെ ലഭിച്ചത്. പിന്നീട് അനിയന്റെ മകനായ റയ്യാന് തത്തയെ കൈമാറി. പരിചരിച്ചും ഭക്ഷണം നൽകിയും തത്തയെ റയ്യാൻ കൂടെ കൂട്ടി. അന്നു മുതൽ അവർ നല്ല കട്ട ചങ്സാണ്. തത്ത പോയതിൽ വീട്ടുകാരൊക്കെ വലിയ വിഷമത്തിലായിരുന്നു. 2 ദിവസം വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. നമ്മളെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മിസ്സായ ഒരു ഫീലായിരുന്നു. പിന്നെ അത് തിരിച്ചു വന്നല്ലോ, അത് റയ്യാനിൽ കൂടി തന്നെ തിരിച്ചു വന്നു. അങ്ങനെ ഇവ വരുമ്പോൾ ഉമ്മയുടെ വീട്ടിൽ നിന്ന് പെരുന്നാൾ കഴിഞ്ഞ് വരുമ്പോൾ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു. ഇതാണ് സമാധാനം. ഈ റയ്യാനെ നമ്മൾ എന്തെങ്കിലും റയ്യാനോട് വികൃതി കാണുമ്പോൾ എന്തെങ്കിലും റയ്യാനോട് പറയുമ്പോൾ തത്ത നന്നായിട്ട് റയ്യാന്റെ ഭാഗത്തു നിന്ന് റയ്യാനക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കും. റയ്യാനക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ തത്ത റയ്യാൻ കരയുമ്പോൾ തത്തം കൂടെ കരയും. അതുപോലെ റയ്യാൻ എവിടേക്കെങ്കിലും പോകുമ്പോൾ തത്ത കൂട്ടിൽ നിന്ന് ശബ്ദിക്കും. നല്ല എന്താ പറയുക, നല്ല രീതിയിൽ അതിൻ്റെ ഒരു പ്രതിഷേധം കാണിക്കലുണ്ട്. ഇതാണ് എൻ്റെ തത്ത. ഞാൻ നല്ലോണം നോക്കലുണ്ട്. ചക്ക പച്ചമുളകും ചോറലും കൊടുക്കലുണ്ട്. പെരുന്നാൾ ദിവസം റയ്യാൻ ഉമ്മ വീട്ടിലേക്ക് വിരുന്നു പോയതായിരുന്നു. കുഞ്ഞു റയ്യാനെ കാണാതായതോടെ തത്ത ഭക്ഷണം പോലും കഴിക്കാതെയായി. തൊട്ടടുത്ത ദിവസം തത്തയെ കാണാതെയായി. പരിസരത്തെല്ലാം തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. വിവരമറിഞ്ഞ റയ്യാനും ഏറെ സങ്കടത്തിലായിരുന്നു. എന്നാൽ 3 ദിവസങ്ങൾക്കു ശേഷം 2 കിലോമീറ്റർ അപ്പുറത്തുള്ള റയ്യാനെ തേടി തത്തയെത്തി. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ വീടിൻ്റെ ടെറസിൽ ഇതിന് ചെറിയൊരു ഇഞ്ചുറി പറ്റിയിട്ട് വീണ് കിടക്കുകയായിരുന്നു. നമ്മളതിനെടുത്ത് അതിന് വേണ്ട ഒരു ചികിത്സ ഒക്കെ കൊടുത്തു. പിന്നെ അത് റയ്യാൻ ഏറ്റെടുക്കുകയായിരുന്നു. റയ്യാൻ ഏറ്റെടുത്തു, അതിനെ വളർത്തിക്കൊണ്ടുവന്നു. പക്ഷെ ഇത് പിന്നെ നമ്മളെ ഒന്നും വേണ്ടാത്തൊരവസ്ഥയിൽ റയ്യാനുമായിട്ട് നല്ലൊരു അടുപ്പം തത്തക്കുണ്ടായി. അങ്ങനെ ഒരു തവണ വീട്ടിൽ നിന്ന് ഇത് പറന്നുപോയി, തെങ്ങിൽ പറന്നുപോയി, തെങ്ങിലിരുന്നു. 2ാമത്തെ തവണ പെരുന്നാളിന് പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഈ തത്ത തിരിച്ചു പോകുന്നതെന്ന് മാത്രമല്ല, റയ്യാനുള്ള സ്ഥലം ഏകദേശം ഒരു 4 കിലോമീറ്റർ ഡിഫറൻസിൽ റയ്യാനുള്ള സ്ഥലത്ത് പോയിട്ട് റയ്യാന്റെ ഷോളറിൽ ഇറങ്ങുക ചെയ്ത് തത്ത. സംഭവം പ്രചരിച്ചതോടെ തത്തയെ മോഹവില നൽകി വാങ്ങാനായി പലരും വരുന്നുണ്ടെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ ഇതൊന്നും അറിയാതെ റയ്യാനും തത്തയും അവരുടെ ചെങ്ങാത്തം തുടരുകയാണ്. റിപ്പോർട്ടർ തിരൂർ.